എൻ്റെ പേര് ഡോക്ടർ സന്തോഷ് പോൾ. ഞാൻ ചാലക്കുടി സെക്രട്ടേറിയറ്റ് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. ഞങ്ങളുടെ കോളേജിലെ ഒരു വലിയൊരു ബിൽഡിംഗ് നമുക്ക് പണിയുവാനായിട്ട് ആവശ്യം വന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള വാളിൻ്റെ പ്ലാസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് കൺഫ്യൂഷനുകളുണ്ടായിരുന്നു. ഏത് തരം പ്ലാസ്റ്ററിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതിലേറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏതാണ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പല സ്ഥലത്തും എൻക്വയറി ചെയ്ത സമയത്ത് ഞങ്ങളുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സ് തന്നെ ഞങ്ങൾക്ക് DK ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് അവർ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അത് തന്നെ വേണമോ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് ദീപക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിനെ നേരിട്ട് DK ജിപ്സം പ്ലാസ്റ്റേഴ്സിൻ്റെ ദീപകിനെ ഞങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്തു. അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാളിൻ്റെ ഒരു ഭാഗം പ്ലാസ്റ്റർ ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞങ്ങളത് കണ്ട സമയത്ത് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അത് വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതിനേക്കാൾ നല്ല സ്മൂത്ത് ഫിനിഷും കൂടുതൽ അധികം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ് അല്ലെങ്കിൽ മറ്റുള്ള പ്ലാസ്റ്ററിങ്ങിനേക്കാൾ ഒരു 30% ചിലവ് കുറയ്ക്കാവുന്ന രീതിയിലുള്ളൊരു പ്ലാസ്റ്ററിംഗ് ആണ് ഇത്. മെയിനായിട്ട് നമുക്ക് ഇൻറ്റീരിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ചൂട് കൂടുന്ന ഈ കാലാവസ്ഥയിൽ നമുക്കൊരു ഏതാണ്ട് ഒരു 40% ചൂട് ഇത് ഈ പ്ലാസ്റ്ററിംഗ് വഴി നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു അഡ്വാൻറ്റേജും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഏതാണ്ട് ഒരു 60,000 സ്ക്വയർ ഫീറ്റ് ഏരിയ തന്നെ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ DK ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പുതിയ മെത്തേഡിലൂടെ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പിന്നെ ഈ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നമുക്ക് സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്ലാസ്റ്ററിങ് കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള വാൾസ് ആയിട്ട് നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്നത്. ഇത് ഏറ്റവും നല്ലൊരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ ഞങ്ങൾ ബാക്കിയുള്ളവർക്കും പുറമെ ആർക്ക് വേണമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും നല്ലൊരു മെറ്റീരിയലാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്.